കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി ഫ്രഷായി അടുക്കളയിലേക്ക് എത്തി രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി വെക്കുമെന്ന് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. എല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് പോവില്ലേ, അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ശരിക്കും കഷ്ടപ്പാടല്ലേ, ജോലിക്കെങ്കിലും ഒരാളെ വെച്ചാ പോരെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഈ ജോലിക്ക് എന്തിനാ ഒരാള്, ആകെ 5 പേര്, ഇപ്പോ ഇയാളും കൂടി ചേർന്ന് 6 പേര്. 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല എന്ന് സുഭാഷ് പറയുമ്പോ, എന്നാലും എല്ലാ ദിവസവും ഒരേ പണി തന്നെ ചെയ്യണ്ടേ, അത് കഷ്ടല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാലേ നമ്മുടെ വീടുകളിലെ അമ്മമാരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ മുതൽ രാത്രി വരെ അവരൊരേ പണി തന്നെയല്ലേ ചെയ്യുന്നത്, അതും എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പോൾ പലരും അതിൻ്റെ കൂടെ പുറത്തുപോയി ജോലിയും ചെയ്യുന്നുണ്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ, എന്നാലും എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സുഭാഷ് ഏട്ടൻ്റെ അനിയന്മാർക്കൊന്ന് സഹായിച്ചൂടെ, കുറെ ജോലികൾ അവർക്കും വീതിച്ചു കൊടുക്കണം എന്ന് നിധി പറയുന്നുണ്ട്. ഏയ്, അവർക്കതൊന്നും ശീലമില്ല എന്ന് സുഭാഷും. എൻ്റെ വീട്ടിൽ പക്ഷേ അമ്മ ചെറുപ്പം മുതലേ എല്ലാ ജോലിയും എടുപ്പിക്കും. വീട്ടുജോലിക്കാരികൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ജോലി എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ചെയ്യും. അച്ഛനും ചേട്ടനും ഒപ്പം കൂടും. അലമാര, ഫാന്, ഫർണിച്ചറുകള്, ജനല്, വാതില്, ഇതൊക്കെ ആഴ്ചയിലൊരിക്കൽ പൊടി തട്ടി വൃത്തിയാക്കുന്നത് എന്റെയും ചേട്ടന്റെയും ജോലിയാ. പാചകം പക്ഷേ എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. അല്ല, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് അവൾക്ക് ചായ എടുത്തു കൊടുക്കുന്നുണ്ട്. അവൾ താങ്ക്സ് പറഞ്ഞ് ആ ചായ വാങ്ങി കുടിച്ചോണ്ട് ഹോളിലേക്ക് നോക്കി. കണ്ടില്ലേ, നേരം ഇത്രയായിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോ, അത് കുറച്ചു നേരത്തെ ഞാൻ തന്നെയാ പുതപ്പിച്ചു കൊടുത്തേ എന്ന് സുഭാഷും. അത് ശരി, അപ്പോ എല്ലാരെയും ലാളിച്ചു വഷളാക്കുന്നത് സുഭാഷേട്ടൻ തന്നെയല്ലേ. നേരം വെളുത്തിട്ട് എത്ര നേരായി, ഇനിയും കിടന്നുറങ്ങാന്ന് വെച്ചാ എന്ന് നിധി ചോദിക്കുമ്പോ, ചെറിയ പിള്ളാരല്ലേ, അവര് കിടന്നുറങ്ങട്ടെ എന്ന് സുഭാഷും. ആര്, ഇവരോ, പിള്ളാര് എന്ന് ചോദിച്ച് സംശയത്തോടെ ആലോചിച്ചുകൊണ്ട് നിന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു മൊന്ത ഇരിക്കുന്നത് കാണുന്നത്. അവൾ അതെടുത്തോണ്ട് പോയി അവർക്കു നേരെ എറിയാനായി ഉന്നം പിടിക്കുമ്പോഴേക്കും അത് കാണുന്ന സുഭാഷ്, ഏയ് എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ചെറിയ പിള്ളേരെ ഉണർത്തണ്ടേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട, അവർ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് സുഭാഷ് പറയുമ്പോൾ, ആയിക്കോട്ടെ, മറ്റവർ 2 പേരും കിടന്നുറങ്ങിക്കോട്ടെ, പക്ഷേ സുധീഷിന്റെ തലയിലെ ഇത്തിരി വെള്ളം കൊണ്ടുപോയി ഒഴിക്കാം. എന്തൊരു വാചകമടിയാന്നറിയോ, പറയുന്ന കേട്ടാ ഈ വീടിനെ ആകെ താങ്ങി നിർത്തുന്നത് സുധീഷാണെന്ന് തോന്നും. ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ലല്ലോ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾ വെള്ളം എടുത്തു വരുമ്പോഴാണ് തിരിഞ്ഞുകിടന്ന സുധീഷിന്റെ കാൽ തട്ടി ആ വെള്ളം ഹരീഷിന്റെ മുഖത്തേക്ക് വീഴുന്നത്. ഉറക്കത്തിൽ വെള്ളം മുഖത്ത് വീണ ഹരീഷും ദേഷ്യത്തോടെ കണ്ണടച്ചോണ്ട് എഴുന്നേറ്റിരുന്നോണ്ട്, ആരടാ ഈ തെണ്ടിത്തരം കാണിച്ചത്, ആരടാ എന്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചേ എന്ന് ചോദിച്ചോണ്ട് ചെവി പൊട്ടുന്ന രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. എല്ലാം കേട്ട നിധിയും ചെവി പൊത്തിക്കൊണ്ട് കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ടെത്തുന്നുണ്ട്. ബഹളം കേട്ടുനിന്ന നികേഷും സുധീഷും എല്ലാം ഹരീഷിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും വകവയ്ക്കാതെ തെറി വിളി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു വിധത്തിൽ നികേഷ് ഹരീഷിനെ പിടിച്ചു നിർത്തുമ്പോഴാണ് തന്റെ മുന്നിൽ നിന്ന് കരയുന്ന നിധിയെ ഹരീഷ് കാണുന്നത്. അവൻ കണ്ണു തിരുമ്മി നോക്കുമ്പോഴേക്കും നിധി കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷും ദേഷ്യത്തോടെ, എടാ ഹരീഷേ, എന്തൊക്കെയാ നീ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോ, എന്റെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചത് ഏട്ടത്തിയായിരുന്നോ, ഇത്ര നേരവും ഏട്ടത്തിയോടാണോ ചീത്ത പറഞ്ഞെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ആ കുട്ടി സുധീഷിനെ ഉണർത്താൻ വന്നതാ, അറിയാതെ നിന്റെ ദേഹത്ത് വെള്ളം വീണുപോയി, അതിനിങ്ങനെയാണോടാ ചീത്ത വിളിക്കുന്നേ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ട് സുധീഷും സന്തോഷത്തോടെ, ഈശ്വര, ആ കുട്ടി വെള്ളമൊഴിച്ച് എന്നെ ഉണർത്താൻ വന്നതാണോ, അപ്പോ എന്നോട് അടുപ്പമൊക്കെ തുടങ്ങിയല്ലേ, മനസ്സിൽ വെറുതെ ലഡു പൊട്ടിക്കല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥനയോടെ സുധീഷ് ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയ്യോ, വേറെ ആരോ എന്ന് വിചാരിച്ചു പോയി എന്ന് ഹരീഷ് പറയുമ്പോ, വേറെ ആരെങ്കിലും ഈ വീട്ടിൽ വന്ന് നിന്റെ തലയിൽ വെള്ളമൊഴിക്കൂടാ, ആരാണെന്ന് നോക്കിയിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോ ആരെങ്കിലും വന്ന് വെള്ളമൊഴിച്ചാ എന്ന് ഹരീഷ് പറയുമ്പോ, അതിന് ഇമ്മാതിരി ഭാഷയാണോ പറയുന്നത് എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഡാ, ഇതൊക്കെ നീ എവിടുന്നാ പഠിക്കുന്നതെന്ന് സുഭാഷൻ ചോദിക്കുമ്പോ, എന്താണ് സംഭവിച്ചതെന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് വേണ്ടടാ വാ തുറന്ന് ചീത്ത വിളിക്കാൻ എന്ന് ചോദിച്ചോണ്ട് സുധീഷ് ഹരീഷിനെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതും പറഞ്ഞു വഴക്ക് വേണ്ട, മതി എന്ന് സുഭാഷ് അവരെ പിന്തിരിപ്പിക്കുമ്പോ, ആരാണെന്ന് അറിയാതെ ചെയ്തതാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ചവിട്ടിയെന്ന് ചോദിച്ച് ഹരീഷ് സുധീഷിനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിപിടിയാവുമ്പോഴേക്കും സുഭാഷ് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട്, അവൻ അറിയാതെ പറഞ്ഞു പോയതാ, നീ പോയി ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്ന സുധീഷിനോടായി പറയുന്നുണ്ട്. സുധീഷ് പുറത്തോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും, ഡാ, ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലടാന്ന് സുഭാഷും. ഒന്ന് പല്ല് തേക്കിട്ടെന്നേ, ഈ നാറിയ വായും വെച്ചുകൊണ്ടാണോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ, പല്ല് തേക്കാനായി സുഭാഷ് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. ഹരീഷും പുറത്തോട്ടിറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും, ഡാ, ഇനി പുറത്തു ചെന്ന് അടി കൂടരുത് എന്ന് അവനോടായി പറഞ്ഞുകൊണ്ട് പായിൽ തന്നെ ഇരിക്കുന്ന നികേഷിനോടായി, എടാ എണീറ്റ് പോടാന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിച്ച് നികേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സുഭാഷ് ആ പായെല്ലാം മടക്കി വെക്കുന്നുണ്ട്.
അവിടെ റൂമിലെ കട്ടിലിരുന്ന് കരച്ചിലാണ് നിധി. സുധീഷും ആ റൂമിന്റെ കതകിനടുത്തേക്ക് വന്ന് ഇനിയിപ്പോ ഇതെന്തോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്റെ ഈശ്വര എന്ന് സംശയത്തോടെ ആലോചിച്ചു നിന്ന് നോക്കാം, എന്തെങ്കിലും ഒരു വഴി കിട്ടും എന്ന് തനിയെ പറഞ്ഞ് അകത്തേക്ക് വന്നോട്ടെ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ കരയുമ്പോഴേക്കും നിധി ഇന്ന് സുധീഷ് വിളിക്കുന്നുണ്ട്. തുറന്നു നോക്കാമെന്ന് പറഞ്ഞ് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ കട്ടിലിരുന്ന് സങ്കടത്തോടെ കരയുന്ന നിധിയാണ് കാണുന്നത്. സുധീഷ് അവളുടെ അടുത്തേക്ക് ചെന്ന് അതെ, എന്തിനാ ഇയാൾ ഇങ്ങനെ കരയുന്നേ? ഹരീഷ് പറഞ്ഞതിനാണോന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ എന്ന് നിധി കരച്ചിലോടെ ചോദിക്കുമ്പോ അത് ഇയാളാണത് ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണില്ല. അതുകൊണ്ടാ പിന്നെ മിക്കവാറും അത് ഞാൻ ചെയ്തതാണെന്നാവും അവൻ വിചാരിച്ചിട്ടുണ്ടാവുക. അതാ അമ്മാതിരി വാക്കുകളൊക്കെ അവൻ വിളിച്ചു പറഞ്ഞത്. ഇയാളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ അവന്റെ മുഖത്തേക്ക് വെള്ളം വീണത്. അപ്പോ അവന്റെ കൺട്രോൾ പോയി കാണും, അതുകൊണ്ടാ സോറി കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ആളാരാന്ന് മനസ്സിലായില്ലെങ്കിലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്ത് ഭാഷയാത് എന്ന് നിധി കരച്ചിലോടെ ചോദിക്കുന്നത് കേട്ട് സുധീഷിനും ചിരി വരുന്നുണ്ട്. അത് കാണുന്ന നിധിയും ഹലോ എന്താ ഇത്ര ചിരിക്കാനുള്ളതെന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, അവനത് പറഞ്ഞൊന്നു കരുതി ഇയാൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇമാതിരി വാക്കുകളൊന്നും കേട്ടിട്ടില്ല എന്ന് നിധിയും. സത്യം? അപ്പോൾ കോളേജിൽ വെച്ച് ഇങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കോളേജിൽ പോകുന്നത് ഇമാതിരി ഭാഷ പഠിക്കാനാണോ? ഞാൻ പഠിച്ച കോളേജിലൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ല, എന്റെ വീട്ടിലുമില്ല എന്ന് നിധി പറയുമ്പോൾ ഇനി എന്തായാലും അവൻ അങ്ങനൊന്നും പറയില്ല. ഞാനും സുഭാഷേട്ടനും അവന് നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. താൻ ഇനി അതോർത്ത് കരയാൻ നിൽക്കണ്ട. നിധി ആ കണ്ണീര് തുടയ്ക്കെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവൾ ടവലെടുത്ത് കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. അത് കാണേ സുധീഷും അവിടെ നിന്ന് ചിരിയോടെ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷിനെ തിരികെ വിളിച്ചവൾ എവിടെയെങ്കിലും ഒരു മുറി സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലീസ് എന്നവൾ പറയുമ്പോഴേക്കും ഞാൻ നോക്കുന്നുണ്ട്, ശരിയാക്കാം എന്ന് പറഞ്ഞ് സുധീഷും ചിരിയോടെ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ വർക്ക്ഷോപ്പിൽ പോയിട്ടും പണിയൊന്നും ചെയ്യാതെ ഹരീഷ് ടെൻഷനോടെ ഇരിക്കണ കണ്ട് ഡാ ചന്തുവേ, നമ്മുടെ ആശാൻ ഇതെന്തു പറ്റി? റീചാർജ് ചെയ്യാത്ത സിം കാർഡ് പോലെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് ജിൻഡോ ചോദിക്കുമ്പോ ശരിയാ, രാവിലെ തൊട്ട് വൈഫൈ പോയ സ്മാർട്ട് ഫോൺ പോലെ ഒരു ഡ്രൈ സിറ്റുവേഷൻ. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതെന്ന് ചന്തുവും പറയുന്നുണ്ട്. അവരത് പറഞ്ഞിട്ടും ഹരീഷ് ആലോചനയോടെ തന്നെ ഇരിക്കണ കണ്ട് തന്റെ കയ്യിലെ സ്പാനർ മേശയിലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കി ഹരീഷിനെ ഉണർത്തിക്കൊണ്ട് ഡിറ്റോ ആളിപ്പോ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എന്ന് ഡിറ്റോയോടായി പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി ഹരീഷേട്ടാ, ഓഫ് മോഡിലാണല്ലോ എന്ന് ചന്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യം പറ ബ്രോ, നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ പരിഹാരം കാണാമല്ലോ എന്ന് ജിറ്റോയും. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഹരീഷ് ഒഴിഞ്ഞു മാറുമ്പോഴേക്കും അല്ലല്ല എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വഴിയില്ലെന്ന് ചന്തുവും. ഒന്നുമില്ലെന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ എന്നാ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നൂടെ എന്ന് ജിറ്റോയും ചോദിക്കുന്നുണ്ട്. ഏതു നേരവും നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കണോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ആ മുറുക്കാനെടുത്ത സ്പാനറിനെ തലോടാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. വണ്ടി ഉച്ചയ്ക്ക് മുമ്പേ കൊടുക്കണമെന്ന് ചാന്തവും വിളിച്ചു പറയുന്നുണ്ട്. ഓ എനിക്കറിയാം, നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടുന്ന് എണീറ്റുകൊണ്ട് ഹരീഷ് പുറത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് കണ്ട് എടാ ചന്തുവേ, എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോടാ എന്ന് ജിൻഡോയും ചന്തുവിനോടായി പറയുമ്പോഴേക്കും നീതുവും അങ്ങോട്ടായി വരുന്നുണ്ട്. അവളെ കണ്ട ദൈവമേ, ഇവൾക്ക് വരാൻ കണ്ടൊരു നേരം നോക്ക് എന്ന് ചന്തു പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നീതു അങ്ങോട്ട് നടന്നെത്തുന്നുണ്ട്. അവളെ കണ്ട് പോ എന്ന് ചന്തു പറയുമ്പോഴേക്കും അത് പറയാൻ നീ ആരാന്ന് നീതുവും. നീയല്ല എന്ന് ചന്തു പറയുമ്പോ അല്ലാതെ പിന്നെ ചേട്ടനാണോ എന്ന് നീതുവും. വിട്ടേക്കിടാ, കിട്ടാനുള്ളത് പോയി വാങ്ങിച്ചോട്ടെ പാവം ചെല്ലെന്ന് ടിറ്റോയും പറയുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ നിൽക്കുന്ന ഹരീഷിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും പോയി വാങ്ങിച്ചോ, വേഗം വാങ്ങിച്ചോന്ന് ചന്തവും പറയുന്നുണ്ട്. എന്തു പറ്റി, എന്താകെ വല്ലാതിരിക്കുന്നേ എന്ന് നീതു ചോദിക്കുമ്പോ അത് ഒരു തെറ്റ് പറ്റിപ്പോയി നീതു എന്ന് ഹരീഷ് പറയുന്നുണ്ട്. കണ്ട് സന്തോഷത്തോടെ ഈശ്വര എന്റെ പേരാണോ വിളിച്ചത് എന്ന് നീതു പറയുന്ന കേട്ട് എടാ ചന്തു അപ്പോൾ കണക്റ്റഡ് ആയോന്ന് ടിറ്റോ ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാറായിട്ടില്ല, ഒരു ഘട്ട സിഗ്നലേ വന്നിട്ടുള്ളൂ, വെയിറ്റ് ചെയ്യുന്ന ചന്തുവും. നീതുവും സന്തോഷത്തോടെ ആദ്യമായിട്ടാ എന്റെ പേര് വിളിച്ചു കേൾക്കുന്നേ, നോക്ക് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലെ രോമാഞ്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ശരി അത് കള, പ്രശ്നം എന്താണെന്ന് പറ എന്ന് നീതുവും. ഹരീഷ് വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് നിന്റെ ചേട്ടനെ പോലെ നീയും ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നോ, കൊന്നു കളയും ഞാൻ എന്ന് നീതു പറയുമ്പോ നീ ഒന്നുകിൽ എന്നെ പറയാൻ വിട് എന്ന് ഹരീഷും. അത് കണ്ട് ഇപ്പോൾ സിഗ്നൽ 2 കട്ടയായി. പറയാനുള്ളത് പറഞ്ഞു തീരുമ്പോൾ ഫുൾ റേഞ്ച് ആവുമെന്ന് ചന്തു ടിറ്റോയോടായി പറയുന്നുണ്ട്. ഹരീഷ് നടന്ന കാര്യങ്ങളെല്ലാം നീതുവിനോട് വിവരിച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതെല്ലാം കേട്ട് നീതുവും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കാണേ ചന്തുവും ടിറ്റോയും കൂടി ചേർന്ന് ചിരിക്കുമ്പോഴേക്കും ഇതിലെന്താ ഇപ്പൊ ഇത്ര ചിരിക്കാനെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ബ്രോ ഇതാരോട് പറഞ്ഞാലും ചിരിക്കും, ഗ്യാരണ്ടി കോമഡിയാണ്
എന്നിട്ട് ടിറ്റോയും വിളിച്ചു പറയുന്നുണ്ട്. നിധി ചേച്ചി തിരിച്ചൊന്നും പറയാതെ ഓടിപ്പോയല്ലേ, പാവം. നിധി ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും നീതു ചീത്ത പറഞ്ഞെന്നല്ലേ പറഞ്ഞുള്ളൂ, പറഞ്ഞ വാക്ക് എന്താണെന്ന് ചോദിക്കേ, അതറിഞ്ഞാ പിന്നെ ഈ പരിസരത്ത് ഇയാൾ വരില്ല എന്ന് പറഞ്ഞ് ചന്തവും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത്ര പൊട്ട വാക്കുകളായിരുന്നു എന്ന് നീതു ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയാനുള്ളതാണെങ്കിലേ എന്റെ നീതു ആ ചേച്ചി ജീവിതത്തെ തന്നെ വെറുത്തു പോകും എന്ന് ചന്തു ചിരിയോടെ പറയുമ്പോഴേക്കും അതിലും പൊട്ട വാക്കിനെ കണ്ടുപിടിച്ചാലേ ഉള്ളൂ എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് നീതു അവനെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും പറ്റിപ്പോയി എന്ന് ഹരീഷും. അപ്പോഴാ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാത്തത് ഭാഗ്യമെന്ന് ടിറ്റോയും. അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലേടാ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറ എന്ന് ഹരീഷും. അപ്പോ കുറ്റബോധം കൊണ്ടാണല്ലേ ബ്രോ ഇങ്ങനെ ചീഞ്ഞ ചണ്ടി പോലെ ഇരുന്നത് എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യേ, ആ ചേച്ചിയോട് പറഞ്ഞത് എന്താണെന്ന് എന്നോട് പറ, കേൾക്കട്ടെ എന്ന് നീതു പറയുമ്പോ ചീ പോടി എന്ന് ഹരീഷും. എന്നോട് നല്ല വാക്കുകളൊന്നും പറയാറില്ല, എന്നാൽ 2 ചീത്ത വാക്കുകളെങ്കിലും വിളിക്കെന്റെ ചെങ്ങാതി എന്ന് നീതു പറയുന്നത് കേൾക്കെ ഹരീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കണ കണ്ട് പേടിക്കണ്ട, ആ ചേച്ചി ഇതൊന്നും മനസ്സിൽ വെച്ച് കാണില്ല, ഇനി ഇത് മനസ്സിൽ നിന്ന് പോണെങ്കിൽ പോയൊരു സോറി പറ, അതോടെ പ്രശ്നം തീരും എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയ നീതു വീണ്ടും തിരിഞ്ഞു നിന്ന് ഇപ്പൊ മുഖം തെളിഞ്ഞില്ലേ, ഈ ടിപ്പ് പറഞ്ഞു തന്നേനെ, നാളെ എനിക്കുള്ള സമ്മാനം റെഡിയാക്കി വെച്ചോ, ഞാൻ വന്ന് വാങ്ങിക്കോളാം, പോട്ടെ എന്ന് പറഞ്ഞ് നീതു അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ടിറ്റ ചോദിക്കുന്നുണ്ട്, എടാ ചന്തു ഇപ്പൊ കണക്ഷൻ എത്ര കൂടിയിട്ടുണ്ടാവുമെന്ന്. ഫുൾ റേഞ്ച് എന്ന് ചിരിയോടെ ചന്തവും പറയുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിൽ നികേഷ് അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക. സുധീഷ് അരികെ തന്നെയുള്ള ഒരു കണ്ണടിയിൽ നോക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക. നിധി അങ്ങോട്ട് വന്ന് ഓഫീസിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫീസിലേക്കോ, ഏത് ഓഫീസിലേക്ക് എന്ന് പെട്ടെന്ന് ചോദിച്ച സുധീഷ് പെട്ടെന്ന് ബോധ്യം വന്ന്, ഓ എന്റെ ഓഫീസിലേക്ക്, അതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു, 4-5 ദിവസം ചെല്ലാത്തോണ്ടേ അവിടെ നല്ല തിരക്കുണ്ടാവേ, എന്റെ വേഷമൊക്കെ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പണിക്ക് പോവാൻ റെഡിയായി സുഭാഷും അങ്ങോട്ടെത്തി. ഡാ സുധീഷേ, ഇതാ പാലുകാരന് കൊടുക്കണമെന്ന് പറഞ്ഞ് ക്യാഷ് ഒരിടത്ത് വെച്ച് സുധീഷേ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞതെന്ന് നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സുഭാഷ് നിധിയുടെ അടുത്തേക്ക് വന്ന്, മോളെ ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിശക്കുമ്പോ എടുത്ത് കഴിക്കണേ, പിന്നെ പാല് കാച്ചി അടച്ചു വെച്ചിട്ടുണ്ട്, കാപ്പി എങ്ങാനും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണേ എന്നൊക്കെ അവളോടായി പറഞ്ഞ് സുധീഷിനോടായി ഡാ നീ ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇറങ്ങാറായിന്ന് സുധീഷ് പറയുമ്പോ നികേഷിന് ഇന്ന് കോളേജില്ല, വേണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളായല്ലോ, എന്നാലേ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാ പോകുന്നതെന്ന് സംശയത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. എന്റെ ജോലിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് സുഭാഷും അവരോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ. നികേഷും എന്തോ ആലോചിച്ചിരുന്നുണ്ട്. ഞാൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവൻ എന്തിനാ പോകുന്നേ, നമുക്ക് തനിച്ചെന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് കരുതിയേ ഒഴിഞ്ഞു മാറി തന്നതാ എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോ അവൻ അറിയില്ലല്ലോ ശരിക്കുള്ള സത്യം അതാ എന്ന് നിധിയും. അതെ എന്ന് ചിരിയോടെ സുധീഷ് സമ്മതിക്കുമ്പോ നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പിന്നെങ്ങനെ പോവാനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ആർക്കിടെക്റ്റ് അല്ലേ, ഓഫീസിലേക്ക് ഈ വിഷയത്തിലാണോ പോവുക എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോ ഓഫീസിലേക്കല്ല സൈറ്റിലേക്കാ എന്ന് സുധീഷും ചിരിയോടെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാ എന്ന് നിധി ചോദിക്കുമ്പോ അത് സുഭാഷിട്ടം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാ, വലിയ ഗൗരവത്തിൽ ജോലിക്കാരുടെ ഇടയിൽ കയറി ചെന്നാലേ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ലാത്രേ, അതുകൊണ്ട് ആളെപ്പോഴും സിമ്പിൾ ആയിട്ടേ പോവാറുള്ളൂ. ഈ ഗാന്ധിയൊക്കെ അങ്ങനെയാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോ ഗാന്ധിയോ എന്ന് നിധിയും. അതെ മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു പാളത്താറ് മാത്രം എടുത്തോണ്ടല്ലേ ആൾ ഇന്ത്യ മുഴുവൻ നടന്ന് സ്വാതന്ത്ര്യം നേടി തന്നത് എന്ന് സുധീഷ് ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ ചേട്ടൻ സമരം നടത്താനാണോ ഈ പോകുന്നതെന്ന് നീതി ചോദിക്കുന്നുണ്ട്. അല്ല അത്രയ്ക്ക് സിമ്പിളാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ കയ്യിലെ സഞ്ചിയോ പണി സാധനങ്ങളും ഉണ്ടല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് അവിടെയുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ ഈ പണിക്കാരുടെ ഇടയിൽ സാധാരണക്കാരനെ പോലെ നിന്നാലേ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റൂ, അതിന്റെ ഒരു സ്ട്രാറ്റജി അത്രയേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ സൈറ്റിലല്ലാതെ ഓഫീസിൽ പോകുമ്പോഴോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പുള്ളി സിമ്പിൾ ആയിരിക്കും, പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് മാത്രം എന്ന് പറഞ്ഞൊപ്പിച്ചോണ്ട് ഈശ്വര ഇവളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുവോ എന്തോ, തള്ളിമറിച്ചോണ്ട് മാറ്റി പറയാനും പറ്റില്ലല്ലോ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാന്ന് ടെൻഷനോടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് സുധീഷ്. വരട്ടെ ശരി എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴേക്കും നിധിയും ആലോചനയോടെ തന്നെ അവിടെ നിൽപ്പുണ്ട്. ഉമ്മറത്തെ പടിക്കെട്ടിലിരിക്കുന്ന നികേഷിനെ ഒന്ന് തോണ്ടിക്കൊണ്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ഉമ്മറത്തെ കട്ടിലിരുന്ന് അവരുടെ അച്ഛനും പാട്ട് തുടങ്ങിയിരുന്നു. പാട്ട് കേട്ട് നിധി അങ്ങോട്ടെത്തി പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് പ്രശ്നം എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അല്ല സ്റ്റേഷനിൽ പോയി വന്നിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ എന്ന് നിധി പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യമാണോ എന്ന് ഭാസ്കരനും. അതെ എന്ന് നിധി പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നിന്നെ കൊണ്ട് എന്ത് കൂട്ടിയാ കൂടും എന്ന് ഭാസ്കരൻ ചോദിക്കുന്നത് കേൾക്കെ ഏട്ടത്തി സ്നേഹം കൊണ്ടൊന്ന് ചോദിച്ചല്ലേ, അതിനിങ്ങനെയാണോ മറുപടി പറയേണ്ടത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഓ സ്നേഹം, ആ സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരത്തില്ലായിരുന്നോ, ഒരു രാത്രി മുഴുവൻ കൊതുകടിയും കൊണ്ട്
നിൽക്കുന്നോണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നില്ലേ, ഒരുത്തനെങ്കിലും തിരിഞ്ഞു നോക്കിയോടാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ആ സ്റ്റേഷനിൽ കയറുന്നതെങ്കിൽ ഒന്ന് വരായിരുന്നു, ഇതിപ്പോ ശീലായില്ലേ, എപ്പോഴും വരാൻ പറ്റുമോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അതികൾക്ക് ദേഷ്യത്തോടെ എടാ നിവർന്നു നിന്ന് നീ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയോ, അതെങ്ങനെയാ, പഠിക്കുന്നത് ചേട്ടന്മാരെ കണ്ടല്ലേ എന്ന് വഴക്ക് പറയുമ്പോ ഞങ്ങളാരും നിങ്ങളെ കണ്ട് പഠിക്കുന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് ദേ ഇവളെ നിൽക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോടാ, നിന്റെ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്. നികേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ആ ചെന്ന് നോക്കുമ്പോ അറിയാം എന്ന് പറഞ്ഞ് ഭാസ്കരനും അടുക്കളയിലേക്കായി പോകുന്നുണ്ട്. നികേഷ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഇന്നലെ രാത്രി ആ ആളിന് വേണ്ടിയല്ലേ സങ്കടപ്പെട്ടത്, എന്നിട്ടിപ്പോ എന്തായി, സ്നേഹിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, ആളത് തിരിച്ചു കാണിക്കാൻ പോകുന്നില്ല. നികേഷ് നിധിയോടായി പറയുമ്പോഴേക്കും എപ്പോഴും ഈ ദോശ ഇഡ്ഡലി ദോശ മടുത്തു, എടാ നിന്റെ ചേട്ടൻ ഈ ഇഡ്ഡലി ദോശ അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാറിയില്ലേ, ഇതിലും ഭേദം ആ പോലീസ് സ്റ്റേഷനിലാ, ചെന്നു കയറിയപ്പോ ചായ ബണ്ണ്, ഉച്ചയ്ക്ക് ചോറും മീൻകറിയും, 4 മണിക്ക് ചായയും ഉണ്ടംപൊരിയും, രാത്രി പൊറോട്ടയും കിഴങ്ങുകറിയും, കിട്ടിയത് മുഴുവനും വെറൈറ്റി. ഇവിടെ അവന്റെ ചേട്ടന്റെ ഒരു ദോശ മനുഷ്യൻ തിന്നോടാ എന്ന് ചോദിച്ച് തന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഹോട്ടൽ ഫുഡ് ശീലിച്ചു പോയി അതാണെന്ന് നികേഷും പറയുന്നുണ്ട്. എന്തോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും അച്ഛന് വേണ്ടിയല്ലേ ചുട്ടുവെച്ചത്, ഇനി ചേട്ടൻ ചോദിച്ചാ ഞാൻ എന്ത് പറയണമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അവൻ ചോദിച്ചാ അവനോട് തന്നെ എടുത്ത് വിഴുങ്ങിക്കോളാം പറ, പോയേ ചൂട് പൊറോട്ട കഴിച്ചോളാം എന്ന് പറഞ്ഞ് തന്റെ സൈക്കിളും എടുത്ത് പൊറോട്ട പാട്ടും പാടിക്കൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. നിധി അത് നോക്കി നിൽക്കുമ്പോഴേക്കും അതെ അത് കണ്ട് വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ഇപ്പോഴും ഇങ്ങനെയാ, നോ കെയർ നോ പെയിൻ നോ ഫീലിങ്സ്, അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് അങ്ങനെയാ, ഏടത്തിയും അങ്ങനെ പെരുമാറിയ മതി എന്ന് പറഞ്ഞ് നികേഷ് ആ ഉമ്മറപ്പടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. അതുകൾക്ക് നിധിയും ആലോചനയോടെ അവന്റെ കൂടെ ആ ഉമ്മറപ്പടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നീട് ട്രാവൽസ് ഓണർ തോമസ് ഏട്ടന്റെ അരികിലെത്തിയ സുധീഷിനെയാണ് കാണിക്കുന്നത്. ഇനി തോമസ് ഏട്ടനുമില്ല ഒരു കോപ്പുമില്ല, പാല് തന്നെ കൈക്ക് തന്നെ കടിക്കാന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിക്കും കാണിച്ചു തന്നത് നീയാ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഡ്രൈവറെ വേണമെന്ന് രാജീവ് സാർ ആവശ്യപ്പെട്ടപ്പോ നിന്നെ അയക്കാൻ തോന്നിയ എന്നെ പറഞ്ഞാ മതി, ആ മനുഷ്യൻ ആരാണെന്ന് അറിയോ നിനക്ക്, അയാളുടെ വില എന്താണെന്ന് അറിയോ നിനക്ക്, അയാളെ ആളുകളുടെ മുന്നിൽ കരിവാരി തേച്ചിട്ട് നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നോ, ഇറങ്ങിപ്പോടാന്ന് തോമസ് ഏട്ടൻ പറയുമ്പോ തോമസ് ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. കള്ളം പറയുന്നോടാ നീ, കല്യാണ ഓട്ടത്തിനായി ഡ്രൈവറായിട്ട് അയച്ചപ്പോ കല്യാണ പെണ്ണിനെയും കൊണ്ട് വന്നവനാ നീ, നിന്റെ വേഷം കെട്ട് എന്നോട് വേണ്ട, ആ വീട്ടിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് അധിക കാലം കഴിയാമെന്ന് നീ വിചാരിക്കണ്ട, അവര് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല സുധീഷെ, ആ കുട്ടിയുടെ ചേട്ടനില്ലേ അവരിപ്പോ പറയുന്നത് എന്താണെന്ന് അറിയോ, നിന്റെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തത് ഞാനാണെന്ന്, ഞാനറിയാതെ നിനക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്, അവര് വിചാരിച്ച എന്റെ കച്ചവടം പൂട്ടിക്കാൻ പറ്റും അറിയോ നിനക്ക് എന്ന് തോമസ് ഏട്ടൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. തോമസ് ഏട്ടാ ഇപ്പോ എല്ലാ പ്രശ്നവും തീർന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ തീർന്നെന്നോ, എങ്ങനെ തീർന്നു, അവരാ കുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് സന്തോഷത്തോടെ സമ്മതിച്ചോ, ഇല്ലല്ലോ സുധീഷേ, എനിക്കും രാജീവ് സാറിനും ഇടയിലെ കുറെ ഇടപാടുകളൊക്കെ ഉള്ളതാ, സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരാളെ സഹായിച്ച ഒരാള് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോമസ് ഏട്ടൻ തീർത്ത് പറയുമ്പോ തോമസ് ഏട്ടാ ഞാൻ ആരെയും ചതിച്ചതല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് സുധീഷും പറയുന്നുണ്ട്. കടന്നു പോടാ അങ്ങോട്ട്, ഇനി നീ ന്യായീകരിക്കാൻ നിന്ന എന്റെ കൈ നിന്റെ കാരണത്ത് വീഴും എന്ന് തോമസ് ഏട്ടനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ തല്ലുന്നത് കൊണ്ട് എനിക്ക് ഒരു വിരോധവുമില്ല തോമസ് ഏട്ടാ, പക്ഷേ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഇതൊന്നും മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ തോമസ് ഏട്ടാ, ഏതായാലും കല്യാണം നടന്നു, എന്റെ വീട്ടിലും ചടങ്ങു നടന്നു, ഇനി പതിയെ അവരും അത് അംഗീകരിച്ചോളും, തോമസ് ഏട്ടൻ എന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം എന്ന് സുധീഷ് യാചനയോടെ പറയുമ്പോ നിനക്ക് ജോലി, അതും ഇവിടെ, ആ പേരും പറഞ്ഞ് ഈ സ്ഥാപനത്തിന്റെ പടി കടന്നു പോകരുത് എന്ന് തോമസ് ഏട്ടനും ദേഷ്യത്തോടെ പറയുമ്പോ തോമസ് ഏട്ടാ അങ്ങനെയൊന്നും പറയില്ലേ തോമസ് ഏട്ടാ, പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഏട്ടൻ അറിയാലോ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. നീ ഒരു ദരിദ്രവാസിയാണെന്നും നിന്നെ കൊണ്ട് നിത്യനിദാന ചെലവുകൾ ചെയ്യാൻ കഴിയില്ലെന്നും ആ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരുമ്പോ ആലോചിക്കണമായിരുന്നു എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോ തോമസ് ഏട്ടാ അങ്ങനെ പറയില്ല തോമസ് ഏട്ടാ, തോമസ് ഏട്ടന് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാന്നേ, ഇപ്പൊ കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണേ, അപ്പോ പെട്ടെന്നിങ്ങനെ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ആകെ കുടുങ്ങിപ്പോവും, എന്നെ ഒരു മോനെ പോലെ കണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിച്ചൂടേട്ടാ എന്ന് സുധീഷ് പറയുമ്പോ നിന്റെ സ്ഥാനത്ത് എന്റെ മോനായിരുന്നെങ്കിലേ അവന് 2 കൈയും കാലും തല്ലിയൊടിച്ച് ആ പെൺകുട്ടിയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയേനെ, ഇനി ഇവിടെ നിന്ന എന്റെ മോൻ അല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.